Watch full episodes on Jio Hotstar. ഇവർക്ക് ഭക്ഷണം വിളമ്പിയേക്ക്. നല്ല വിശപ്പുണ്ടാവും ഇവന്മാർക്ക്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ചിന്തിക്കാൻ പറ്റുന്നില്ല. മോട്ടു, എനിക്കറിയാം വെറും വയറ്റില് തന്റെ ബുദ്ധി തീരെ വർക്ക് ചെയ്യില്ലെന്ന്. കഴിക്കൂ, വയറ് നിറച്ച് കഴിക്കൂ, എന്നിട്ട് ചിന്തിച്ചിട്ട് പറയൂ. പിന്നെ കാണാം. ബൈ ബൈ. അല്ല ഭക്ഷണം തരാൻ പോകുന്നു, അല്ല ഞങ്ങൾ കൊല്ലാൻ പോകുന്നു. ഹലോ, എന്റെ പേര് റിബേലിയസ്. വരൂ, ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങളോടൊപ്പം കഴിക്കാം. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് താമസിക്കാൻ പോകുന്നത്. ഭക്ഷണം എടുത്തുകൊണ്ട് വരൂ. എനിക്കൊന്നും വേണ്ടട്ടാ. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ആഹാരം ഞാൻ ഇതുവരെ കണ്ടിട്ടേ. കഴിക്കൂ പ്ലീസ്. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് സ്നേഹവും ഒരുമയും വളരെ കൂടുതലാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത്ര ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. സോറി. കഴിക്കൂ, ഇറച്ചിയാണ്, വളരെ നല്ല ടേസ്റ്റാണ്. ഇവൻ നമ്മളെ കഴിപ്പിച്ച് അടങ്ങുമെന്ന് തോന്നുന്നുണ്ടാ. മോട്ടോ എന്തെങ്കിലും വേഗം ചെയ്യൂ. എന്റെ 10 വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. എവിടെന്നെങ്കിലും കുറച്ച് സമോസ കിട്ടുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു. നല്ല മണം. മോട്ടു, പിടിക്കവനെ, സമൂസ കഴിക്കാൻ അനുവദിക്കരുത്. എന്റെ അമ്മോ, നൗ യു ആർ ടു ലേറ്റ്. അവൻ സമോസ മുഴുവൻ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാ വരുന്നടാ, പാടാ വരാൻ. വരൂ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. വേഗം വരൂ, പെട്ടെന്ന് കേറേ. വരൂ. അല്ല, അവരെങ്ങനെയാണ് അകത്ത് വന്നത്? അവർക്ക് റോബോട്ട് കവചം എങ്ങനെയാണ് കിട്ടിയത്? അവന് സമോസ ആരാണ് കൊടുത്തത്? ആരോ അവരെ ഇവിടെ സഹായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ സയന്റിസ്റ്റ് ആണോ അവരെ സഹായിക്കുന്നത്? അയാള് തന്നെ ആയിരിക്കും. അയാൾ ഇവിടെ എവിടെയെങ്കിൽ തന്നെ ഉണ്ടാവും. അയാളെ കണ്ടുപിടിക്ക്. ചെല്ല്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവൻ വരണ്ടോ നഗറിന് അടുത്തേക്കാണ് ഓടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴവൻ ഇവിടെയാണുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ തന്നെ പോയി അവനെ കണ്ടുപിടിച്ചോളാം. എല്ലായിടത്തും നമ്മുടെ ആൾക്കാരെ നിർത്ത്. നല്ല രസമായിരിക്കും. I am the creator. I create and I destroy. Let them come. ഞാൻ അവരെ വെറുതെ വിടില്ല. നോക്കണം ചിക്കൻ സാറേ, എന്തായി ചെയ്തോണ്ടിരിക്കണേ? അങ്ങോട്ടേക്ക് പോകാൻ എന്റെ പക്കൽ ഒരു വഴി മാത്രമേ ഉള്ളൂ.
ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ടോണ്ട് നമുക്കൊക്കെ പറന്നു പോവാം. വരൂ. നമുക്ക് അവിടെ പറന്ന് തരാനൊന്നും പറ്റുകയില്ല. റഡാർ നമ്മളെ കണ്ടുപിടിക്കും. അതുപോലെ ആന്റി എയർക്രാഫ്റ്റ് ലേസർ ഗൺ നിങ്ങളെ കഥ അവസാനിപ്പിക്കുകയും ചെയ്യും. എനിക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഡയബലസ് കണ്ടാൽ അവൻ എന്റെ കഥ അവസാനിപ്പിക്കും. ഇവിടെ എവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും പോയി ആ ബ്രിഡ്ജ് കണ്ടുപിടിക്കൂ. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അകത്ത് പോകാനായിട്ട്. താങ്ക് യു സഹായ് സാർ. ഞങ്ങൾ ആ ബ്രിഡ്ജ് തീർച്ചയായും കണ്ടുപിടിക്കുന്നതായിരിക്കും. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, എല്ലാരും സൂക്ഷിക്കണം. ഈ ഡയബോലസ് എവിടെയൊക്കെ സെക്യൂരിറ്റി സിസ്റ്റം വെച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. എന്റെ അമ്മോ, ഡയബോളോസിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞല്ലോ. പക്ഷെ അകത്തേക്ക് പോകാനുള്ള ബ്രിഡ്ജ് കാണുന്നില്ല. എന്റെ അമ്മോ, എല്ലാവരും വേഗം വരൂ. നമുക്ക് ആ ബ്രിഡ്ജ് എവിടെയാണെന്ന് നോക്കാം. മമ്മി ഞാൻ വരുന്നുണ്ട്. രക്ഷിക്കണേ. ഇങ്ങനെ ധൃതി പിടിച്ച് കല്ലി തട്ടി വീഴേണ്ട വല്ല ആവശ്യമുണ്ടോ? ഡോക്ടർ ജഡ്ക, അങ്ങോട്ട് നോക്കൂ. സൂര്യന്റെ വെളിച്ചത്തിൽ ഇവിടെ എന്തോ തിളങ്ങുന്നുണ്ട്. കൊള്ളാലോ. വലിയേട്ടാ, ബ്രിഡ്ജ് കിട്ടിയെന്നാ തോന്നുന്നത് കേട്ടോ. എന്റെ മോട്ടു, നീ ഒന്ന് അവിടെ നിൽക്ക്. മോട്ടു പറയുന്നത് കേൾക്ക്. ഞാനും വരുന്നുണ്ട്. പതുക്കെ പതുക്കെ. അല്ല വലിയേട്ടാ, നമ്മളിപ്പോ കാറ്റത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരിവിടെ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇതിനെല്ലാം സഹായിച്ചത് ആ സഹായിയായിരിക്കും. അവൻ ഇവിടെ എവിടെങ്കിൽ തന്നെ ഉണ്ടാവും. ഫ്ലോറിഡ ഓ, എന്നിട്ട് പോയി ആ സഹായനെ എവിടുന്നാണേലും പിടിച്ചോണ്ട് വാ. മനസ്സിലായി ബോസ്. ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ആവാലോ. വാ, നമുക്ക് നോക്കാം ഇവന്മാരെങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നതെന്ന്. വരൂ. വേഗം വാ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതെ, കണ്ണാടി ക്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കണം. അവൻ ഓൾറെഡി കാശുകാരനാണല്ലോ. പിന്നെ എന്തിനാ ഇതുപോലെ ഒരു പാലം അവൻ നിർമ്മിച്ചത്? പാലം നമ്മള് കാരണം ഇപ്പൊ ക്രാക്ക് ആവുന്നത്. മോട്ടുപത്തലു, നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ അമ്മോ, നമ്മൾ ശരിക്കും കുടുങ്ങിയതാ തോന്നുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെ ബ്രിഡ്ജ് കടന്നേ പറ്റൂ. അതെ, അയ്യോ, ബ്രിഡ്ജ് മുഴുവനും പൊട്ടുവാണല്ലോ. തോലഞ്ഞല്ലോ. Come on, escape. ഓടിക്കോ, വേഗം ഓട്, എല്ലാവരും ഓട്. കൂട്ടുകാരെ, നമ്മളുടെയൊക്കെ ജീവൻ ഇവിടെ തീരുമെന്നാണ് തോന്നുന്നത്. ബൈ ബൈ കൂട്ടുകാരെ, ബൈ ബൈ. ഒരു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ജലം മോഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവൻ തീർച്ചയായും ബലഹീനമായിട്ടുള്ള ബ്രിഡ്ജ് കെട്ടുകയില്ല. ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്കൂ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ചെയ്തതാണ്. 3D ഇമേജസ് കാണിച്ചു തന്നിരിക്കുക. ബ്രിഡ്ജിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ല. Come on. Let's go. വാ, നമുക്ക് പോവാം. ഭാഗ്യം, അവർ രക്ഷപ്പെട്ടു. ഫ്ലോറിഡ. ഹലോ മിസ്റ്റർ സഹായ്, വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് ഒരു ടീ കുടിച്ചിട്ട്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു പാലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല.
വലിയേട്ടാ, ഈ ഫ്ലോറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ദേ ഇത് കണ്ടില്ലേ, എന്തിനാ ഇത്രയും വലിയ ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്? നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടെത്തിയ ആദ്യത്തെ കൂട്ടരാണ്. അത് നിങ്ങൾ താണ്ടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത കാഴ്ചയും ഒരുപാട് എന്റർടൈനിങ് ആയിരുന്നു. ഒരു കാര്യം സമ്മതിക്കണം, നിങ്ങൾ ഒരിക്കലും തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല. നിന്നോടൊരു കാര്യം എനിക്ക് പറഞ്ഞേ മതിയാകൂ. നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ്. നീ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചോളൂ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പക്ഷേ നീ ഭൂമിയിൽ നിന്ന് ജലം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് വെള്ളത്തിനെ പറ്റി യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ, എത്രമാത്രം വെള്ളം അവിടുത്തെ ജനങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന്. വെള്ളം നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റി അവർക്ക് യാതൊരു വേവലാതിയുമില്ല. നല്ല രീതിയിൽ നിന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ, കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നിന്നെ ഞങ്ങൾ കേൾപ്പിക്കും കേട്ടോ. അല്ല, എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, ഇത് വളരെ ആശ്ചര്യമായിട്ടുണ്ടല്ലോ. ദേ കണ്ടില്ലേ? എവിടെയാണ് അവൻ? എടുവാ ഡയബ്ലോസ് എങ്ങോട്ടേക്കാണ് പോയത്? അതെങ്ങനെയാണ് അവൻ പെട്ടെന്ന് വെള്ളമായി മാറിയത്? Watch India's largest kids library only on Jio Hotstar. Download the app now.